Hi students, welcome to ASF Academy. I am Femin. Today we are discussing about auditing techniques. Auditing എന്നുള്ള സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക് ആണ് ഓഡിറ്റിംഗ് ടെക്നിക്സ്. അപ്പോൾ നമ്മൾ എന്താണ് ഓഡിറ്റിംഗ് ടെക്നിക്സും അതിൽ വരുന്ന ഡിഫറെന്റ് ഓഡിറ്റിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് നോക്കാം. ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സ് ആരാ ചെയ്യുക? ഓഡിറ്റർ. ഒരു ഓഡിറ്റർ ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ ആ ഓഡിറ്റർ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെ ഡിഫറെന്റ് ടൂൾസ് ആണ് ഓഡിറ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബിസിനസിന്റെ സൈസ്, ബിസിനസിന്റെ നേച്ചർ, അതൊക്കെ അനുസരിച്ച്, അതേപോലെ ഓഡിറ്ററുടെ എക്സ്പീരിയൻസ്, ഓഡിറ്ററുടെ നോളജ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓഡിറ്റിംഗ് ടെക്നിക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ എന്താ പറഞ്ഞത്? അത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഓഡിറ്റിംഗ് ടെക്നിക്സ് കോൺസ്റ്റന്റ് അല്ല, ഇറ്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ബിസിനസ് അല്ലെങ്കിൽ ഓഡിറ്ററുടെ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഓഡിറ്റിംഗ് ടെക്നിക്സ് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സ് നടത്താൻ വേണ്ടി ആ ഓഡിറ്റർ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഡിവൈസസ് അല്ലെ ടൂൾസിനെയാണ് ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് മീനിങ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് ഓഡിറ്റ്? ഈ പറഞ്ഞ കാര്യങ്ങൾ ഡിഫറെന്റ് വേസിൽ ഇനി പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ്, the methods that are adopted by an auditor to obtain evidence. ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സ് എന്താ നടത്തുന്നത്? എവിഡൻസ് വെരിഫൈ ചെയ്യാണ്. അപ്പൊ ആ എവിഡൻസ് കൃത്യമായി കിട്ടാൻ വേണ്ടി ഒരു ഓഡിറ്റർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്സേ എഴുതുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ? The device which are adopted in applying auditing principles and auditing standards. Okay, അപ്പൊ നമ്മൾ ഓഡിറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് എന്നുള്ളത് എങ്ങനെ ചെയ്യാം? ബേസ്ഡ് ഓൺ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ അത് അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ദ ഡിവൈസ് വിച്ച് ആർ അഡോപ്റ്റഡ് ഇൻ അപ്ലൈയിങ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയും. Auditing techniques are tools, methods or process. Tools ആവാം, methods ആവാം, അല്ലെ process ആവാം. ആ പ്രോസസ് എന്തിനു വേണ്ടി? Through which an auditor conduct his audit work. ഓഡിറ്റർ അദ്ദേഹത്തിന്റെ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ടൂൾസ് ആണോ മെത്തേഡ്സ് ആണോ ടെക്നിക്സ് ആണോ അദ്ദേഹം യൂസ് ചെയ്യണമെങ്കിൽ അതിനെയാണ് ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ടു ഒബ്റ്റെയിൻ മാക്സിമം പെർഫെക്ഷൻ. മാക്സിമം പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം പെർഫെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ ഏറ്റവും ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് പോയിന്റ് എന്താ പറയുക? ഇറ്റ് ഈസ് എ സ്കീംസ് അഡോപ്റ്റഡ് ബൈ ദ ഓഡിറ്റർ ഫോർ ചെക്കിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട് പെർഫോമിംഗ് ഹിസ് ഓഡിറ്റ്. ഓഡിറ്റ് വർക്ക് നടത്തുന്ന ടൈമിൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുന്ന സ്കീംസിനെയാണ് എന്ത് പറയുന്നത്? ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരേ സംഭവം തന്നെ ഡിഫറെന്റ് വേസിൽ മെൻഷൻ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഓഡിറ്റിംഗ് ടെക്നിക് എന്ന്. നമുക്കിനി ഡിഫറെന്റ് ഓഡിറ്റിംഗ് ടെക്നിക്സ് ഏതൊക്കെ നോക്കാം. ഒരു 13-14 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയി നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓരോ ബിസിനസ് യൂണിറ്റിനും അവർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെ ആ ഡിഫറെന്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യലാണ് ഫസ്റ്റ് ഓഡിറ്റിംഗ് ടെക്നിക് എന്ന് പറയും. അത് ഡിഫറെന്റ് വേസിൽ എക്സാമിൻ ചെയ്യുക. എങ്ങനെയൊക്കെ ചെയ്യുക? ഫിനാൻഷ്യൽ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, അതേപോലത്തെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പാരിസൺ നടത്തുക, ഡിഫറെന്റ് പീരിയഡിനെ കമ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യലാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അത് മനസ്സിലായത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വൗച്ചിങ്. വൗച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഒരുപാട് സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ് ഉണ്ടാവും. എന്തൊക്കെ? ഇൻവോയ്സ് ഉണ്ടാവുക, ഡെബിറ്റ് നോട്ട് ഉണ്ടാവുക, ക്രെഡിറ്റ് നോട്ട് ഉണ്ടാവുക, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, റെസീപ്റ്റ്സ് ഉണ്ടാവുക, മിനിറ്റ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ കോൺട്രാക്ട് ആണെങ്കിൽ കോൺട്രാക്ട് എഗ്രിമെന്റ് ഉണ്ടാവും, എക്സെട്ര. ആ ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് വഴി ഒരു ഓഡിറ്റർ ഓരോ ട്രാൻസാക്ഷൻസും വെരിഫൈ ചെയ്യുന്ന പ്രോസസ് ആണ് വൗച്ചിങ് എന്ന് പറയുന്നത്. When an auditor verify accounting transaction with documentary evidence. ഈ documentary evidence ആണ് നമ്മൾ പറഞ്ഞ ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, എക്സെട്ര.
അങ്ങനെ പറയുന്നതൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഡോക്യുമെന്ററി എവിഡൻസിന്റെ ബേസിൽ വൗച്ചിങ് നടത്തുന്നതുകൊണ്ട് എന്താണ് അല്ലെങ്കിൽ ഓഡിറ്റർക്ക് ഇല്ല ഗുണം എന്ന് പറയുന്നത് എന്താണ്? വെരിഫൈ ചെയ്യുക എന്താണ് ഏറ്റവും കൂടുതലുള്ള ആക്യുറസി, ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷന്റെ ആക്യുറസി അതല്ലെങ്കിൽ ഒതന്റിസിറ്റി ഒക്കെ വെരിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് വൗച്ചിങ് പറയുന്നത്. അതിന്റെ സബ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞത് എഴുതിക്കണം. ഇറ്റ് ആക്ട് ആസ് എ റിവ്യൂയിങ് ഓഫ് ഡോക്യുമെന്ററി എവിഡൻസ്. ഡോക്യുമെന്ററി എവിഡൻസിനെ റിവ്യൂ ചെയ്യലാണ് ഇവിടെ വൗച്ചിങ് വഴി നമ്മൾ ചെയ്യണേ. എക്സാമിനേഷൻ ഓഫ് ഒറിജിനൽ എവിഡൻസ്, നമ്മൾ നടത്തിയ ട്രാൻസാക്ഷന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യലാണ് ബേസ്ഡ് ഓൺ ദ എവിഡൻസ്. അതാണ് ചെയ്യുന്നത്. പ്രൂവിങ് ദ അക്യുറസി ഓഫ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ഇതാണ് വൗച്ചിങ് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കണേ. വൗച്ചിങ് പറഞ്ഞ എത്രേ ഉള്ളൂ, നമ്മൾ എന്ത് ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യുമ്പോൾ കൂടെ സപ്പോർട്ടിങ് എവിഡൻസ് വെച്ച് വെരിഫൈ ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺഫർമേഷൻ. തേർഡ് പോയിന്റ് ആണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. കൺഫർമേഷൻ പറഞ്ഞാൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇവിടെ എന്താണ് കൺഫേം ചെയ്യുന്നത്? ഓഡിറ്ററുടെ ഡ്യൂട്ടി ആണ് മേക്ക് ഷുവർട്ടി ഓരോ ട്രാൻസാക്ഷനും അത്രയും ആക്യുറേറ്റ് ആയിട്ടും അല്ലെ വാലിഡിറ്റി ആണ് എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ആ കൺഫർമേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ടു അസർട്ടൈൻ ദ ആക്യുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ ട്രാൻസാക്ഷൻ. ആ കറക്റ്റ്നെസ് അല്ലെ വാലിഡിറ്റി അറിയുന്ന അങ്ങനെ ട്രാൻസാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഒന്നും കൂടി ഉറപ്പ് വരുത്തലാണ് ഇവിടെ ഓഡിറ്റ് ചെയ്യുക. എങ്ങനെയാണ് അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടുക? വിത്ത് ദ ഹെൽപ്പ് ഓഫ് തേർഡ് പാർട്ടി. അപ്പൊ അതായത് ഒരു ട്രാൻസാക്ഷനിൽ അതിൽ ഔട്ട്സൈഡർ ആയിട്ട് പല പാർട്ടീസും ഉണ്ടാവും. തേർഡ് കമ്പനിയോട് പുറത്തുള്ള ഒരുപാട് പേരുണ്ടാവും, തേർഡ് പാർട്ടീസ് ഉണ്ടാവും. ആ പാർട്ടീസിനെ ഒഫീഷ്യലിയോ ത്രൂ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ത്രൂ കറസ്പോണ്ടൻസ് വഴിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് എന്താ ചെയ്യുന്നത്? ഓഡിറ്റേഴ്സ്. അപ്പൊ അവര് തരുന്ന റിപ്ലൈന്റെ ബേസിൽ ആർക്ക് കൺഫേം ചെയ്യാൻ പറ്റുമോ? ഓഡിറ്റർക്ക് കൺഫേം ചെയ്യാൻ പറ്റുമോ ആ ട്രാൻസാക്ഷൻ പെർഫെക്റ്റ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അത് ആക്യുറേറ്റ് ആണ്, വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് അദ്ദേഹം കൺഫേം ചെയ്യുന്നതെന്നില്ല വിത്ത് ദ തേർഡ് പാർട്ടി. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് റീകൺസിലേഷൻ. റീകൺസിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്കറിയാം റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്തിനാ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഡിസഗ്രിമെന്റ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് ആർ റിമൂവ്ഡ് ബൈ പ്രിപ്പയറിംഗ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. എന്തെങ്കിലും രണ്ട് ഫിഗേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ് നമ്മൾ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് റീകൺസിലേഷൻ എന്ന് പറയുന്നത്. അതായത് മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. എന്തുകൊണ്ടാണ് ഈ ഫിഗേഴ്സ് തമ്മിലുള്ള ഈ ഒരു ഡിസഗ്രിമെന്റ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് റീകൺസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടു നോ ദ ഡിഫറൻസ് ഇൻ ദ റീസൺസ് ഓഫ് ഡിഫറൻസ് ഇൻ ദ ബാലൻസ്. എന്തുകൊണ്ടാണ് ഈ ബാലൻസിൽ ഇങ്ങനെ ഡിഫറൻസ് വന്നത്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഈ സെയിം പോയിന്റ് തന്നെ നെക്സ്റ്റ് പറയാൻ റീകൺസിൽ ടു ഓർ മോർ റിലേറ്റഡ് ആയിട്ട് ഇഫ് ദേ ആർ നോട്ട് അഗ്രി വിത്ത് ഈച്ച്. രണ്ട് ഐറ്റംസ്, രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഫിഗേഴ്സ് എന്തെങ്കിലും ഡിസഗ്രിമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾക്ക് റീകൺസിൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് ബുക്കിൽ കാണിച്ചിരിക്കുന്ന ക്ലയന്റിന്റെ ബാങ്ക് ബുക്കിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ടും ബാലൻസ് ഷീറ്റിലെ ബാങ്ക് എന്നുള്ളടത്ത് അപ്പിയർ ചെയ്ത ബാങ്ക് ബാലൻസ് അപ്പിയർ ചെയ്ത എമൗണ്ട് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് വിചാരിച്ചോ. അപ്പൊ നമുക്കത് ഈ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് വഴിയാണ് നമ്മൾ അത് ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റീകൺസിലേഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ ഒരുപാട് ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ്, ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ എക്സെട്ര. ആ ഒരു ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന ഓരോ അസറ്റ്സും ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വെരിഫിക്കേഷൻ ആണ് ഫിസിക്കൽ എക്സാമിനേഷൻ. വെരിഫിക്കേഷൻ ആൻഡ് കൺഫർമേഷൻ ഓഫ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ആ ഒരു അസറ്റ് ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു അസറ്റ് ഫിസിക്കലി ആ കമ്പനിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് ഈ ഒരു പ്രോസസ്സ് വഴി ആ ഓഡിറ്റർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് എൻ ഐറ്റം ക്യാൻ ബി വെരിഫൈഡ് ബൈ ഫിസിക്കൽ എക്സാമിനേഷൻ. ആരാണ് ചെയ്യുന്നത്? ഓഡിറ്റർ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. പക്ഷേ വലിയൊരു ഓർഗനൈസേഷൻ, ഒരുപാട് വലിയൊരു മൾട്ടി ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസും കൂടുതലായിരിക്കും.
ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കൂടുതലാവുമ്പോൾ ഈച്ച് ആൻഡ് എവരി ഐറ്റം എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാന്നില്ല ഇമ്പോസിബിൾ ആണ്. അങ്ങനെയുള്ള കേസുകളിൽ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാമ്പിൾസ് എടുക്കും. ആ സാമ്പിൾസ് ആർ സെലക്ടഡ് റിപ്രസെന്റേറ്റീവ് ഓഫ് ദ ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. ആ മൊത്തം ട്രാൻസാക്ഷനെ റിപ്രസെന്റ് ചെയ്യുന്ന പോലെ കുറച്ച് സാമ്പിൾസ് എടുക്കും. ആ സാമ്പിൾസ് വെരിഫൈ ചെയ്യും. അപ്പൊ ആ സാമ്പിൾസിന്റെ റിസൾട്ട് അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യണ, ടോട്ടൽ ട്രാൻസാക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ആക്യുറസി ആണ് ഈ ടെസ്റ്റിംഗ് എന്നുള്ളതിൽ വേണം. റാൻഡം സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൺക്ലൂഷൻക്ക് റീച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന രണ്ട് പോയിന്റ്. ഇറ്റ് യൂസ്ഡ് ടു ടെസ്റ്റ് റിപ്രസെന്റേറ്റീവ് ഓഫ് ഐറ്റംസ് to draw conclusion about the characteristics of all items. അതായത് ഈ സാമ്പിൾസിൽ നിന്ന് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ആ കിട്ടുന്ന കൺക്ലൂഷൻ ടോട്ടലിനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിനെ ആ പോയിന്റ് തന്നെ വേറൊരു വേർഷനിൽ പറഞ്ഞാണ് സെലക്ടിങ് റിപ്രസെന്റേറ്റീവ് ട്രാൻസാക്ഷൻ ഔട്ട് ഓഫ് ദ ഹോൾ അക്കൗണ്ടിങ് ഡാറ്റ. ടോട്ടൽ അക്കൗണ്ടിങ് ഡാറ്റ അല്ലെങ്കിൽ ടോട്ടൽ ട്രാൻസാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് ആ ഒരു സാമ്പിൾസിന്റെ റിസൾട്ട് എന്തായിരുന്നു, ഡ്രോ എ കൺക്ലൂഷൻ അബൌട്ട് ദ ഓൾ ഐറ്റംസ്. ആ സാമ്പിൾസിന്റെ റിസൾട്ട് ടോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, അല്ലെ ടോട്ടലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് മെയിൻലി യൂസ് ചെയ്യുക ലാർജ് കമ്പനീസ് ആണ്, കാരണം അവിടെ ട്രാൻസാക്ഷൻസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്രൂട്ടനി ഓർ സ്കാനിങ്. ഈ ടെക്നിക്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ടെക്നിക് യൂസ്ഡ് ബൈ ദ ഓഡിറ്റർ എങ്ങനെ ടു വെരിഫൈ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരി ക്വിക്ക്ലി. സ്കാൻ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഓഡിറ്റർ ക്യാൻ ഡിസൈഡ് ചെയ്യാണ് ഈ ട്രാൻസാക്ഷൻസ് കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ്ലി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തോ, കറക്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്തോ എന്നുള്ളത് ഓഡിറ്റർ ഡിസൈഡ് ചെയ്യുന്ന സ്കാനിങ് ആൻഡ് സ്ക്രൂട്ടനി മെത്തേഡിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വെരിഫിക്കേഷൻ. പോസ്റ്റ് വെരിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട്. ആ ലെഡ്ജർ അക്കൗണ്ട്സ് റിപ്രസെന്റേറ്റീവ് ആയിട്ട്, അതായത് ഇവിടെ ഓരോ പോസ്റ്റിംഗ് ലെഡ്ജർ അക്കൗണ്ടിൽ ഡിഫറെന്റ് അക്കൗണ്ട്സ് ഉണ്ട്, അതിലൊക്കെ പോസ്റ്റ് ചെയ്തത് കറക്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടാണോ പോസ്റ്റ് ചെയ്തത് എന്നുള്ള വെരിഫിക്കേഷൻ ആണ് ഇവിടെ ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ഓഡിറ്റർ വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് ദ പോസ്റ്റിംഗ് ഓൺ ദി ഇൻ ദ റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഓക്കെ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വരുന്ന ഡിഫറെന്റ്, അതാണ് വെരിഫിക്കേഷൻ ഐറ്റം ബൈ വൺ സോഴ്സ് ടു അനദർ. ഓക്കെ, അതിന്റെ വേറെ വേർഷനിൽ ഇതൊന്നും കൂടി പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് കറക്റ്റ്നെസ് ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ദ റെക്കോർഡിംഗ് പ്രോസസ്. എവിടെയാണ്, ലെഡ്ജർ അക്കൗണ്ട്സിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ വെരിഫിക്കേഷൻ. എക്സ്റ്റൻഷൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടെക്നിക്. ഇറ്റ് ഈസ് ഓൾസോ എ ടെക്നിക് ഓഫ് മൾട്ടിപ്ലൈ ടു ഓർ മോർ എമൗണ്ട് ടു ടെസ്റ്റ് ദ ആക്യുറസി ഓഫ് ദ ടോട്ടൽ. അതായത് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഉണ്ടല്ലോ, ആ ടോട്ടലിന്റെ ആക്യുറസി വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ടോട്ടലിന്റെ ആക്യുറസി പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. അതിൽ നിന്ന് കുറച്ച് എമൗണ്ട്സ് എടുത്തിട്ട് വെരിഫൈ ചെയ്യാം. ഓക്കെ, ടു ഓർ മോർ എമൗണ്ട് ടു വെരിഫൈ എങ്ങനെയാണ്, ഇൻ ദ ടോട്ടൽ ഹാവ് ബീൻ കറക്റ്റ്ലി അറൈവ്ഡ്. അതായത് ഇപ്പൊ നമ്മൾ ഈ ടോട്ടലിനെ റിപ്രസെന്റ് ചെയ്യും, ഇപ്പൊ അതിനൊരു 2-3 എമൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ടോട്ടലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു റിപ്രസെന്റേഷൻ ഉണ്ടാവും, അത് ആക്യുറേറ്റ് ആണോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ടെക്നിക് ഓഫ് മൾട്ടിപ്ലൈയിങ് ടു ഓർ മോർ എമൗണ്ട് ടു ടെസ്റ്റ് ദ ആക്യുറസി ഓഫ് ദ ടോട്ടൽ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻക്വയറി. എൻക്വയറി എന്ന് പറയുന്നത് ഇതൊരു ഇൻഡെപ്ത് ഇൻഫോർമേഷൻ കളക്ഷൻ ആണ്. അതായത് ഒരു ഓഡിറ്റർ ഓഡിറ്റിംഗ് പ്രോസസ് ചെയ്തു, ചില ട്രാൻസാക്ഷൻസ് വരുമ്പോൾ തന്ന ഇൻഫോർമേഷന് പോരാ, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കുറച്ചും കൂടി വേണം, തന്ന ഇൻഫോർമേഷനിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല ഓഡിറ്റർ എന്ന് തോന്നുമ്പോൾ ഓഡിറ്റർക്ക് ആ ട്രാൻസാക്ഷനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യാം. അത് ആ കമ്പനിയുടെ ഉള്ളിലുള്ള ആൾക്കാരെടുത്തോ ഈവൻ വേണമെങ്കിൽ കമ്പനിയുടെ ഔട്ട്സൈഡിൽ നിന്നുള്ള ആൾക്കാരെടുത്തുനിന്നോ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ ഒരു അധികാരം ഓഡിറ്റർക്കുണ്ട്. അതാണ് എൻക്വയറി, ഇൻഡെപ്ത് ഇൻഫോർമേഷൻ. എൻക്വയറി വിത്ത് ദ റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ് ഓഫ് ദ ക്ലയന്റ്. അപ്പൊ അതിനോട് റിലേറ്റ് ചെയ്ത് ഏതൊരു ഇൻഫോർമേഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് എൻക്വയർ ചെയ്ത് കളക്ട് ചെയ്യലാണ് എൻക്വയറി എന്നുള്ള ടെക്നിക്കിൽ വരുന്നത്. ഈ യൂസ് ടു കളക്ട് ഇൻഡെപ്ത് ഇൻഫോർമേഷൻ, ആ ട്രാൻസാക്ഷന് വേണ്ട ഇൻഡെപ്ത് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ആണ് അടുത്ത് വരുന്നത്. ഒബ്സർവേഷനിൽ എന്താ വെച്ചാൽ ഓഡിറ്റർ ഗെറ്റ് an ഐഡിയ about the reliability of the process and procedure of the organization. അതായത് അവരുടെ ക്ലയന്റിന്റെ വേരിയസ് പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒബ്സർവ് ചെയ്യലാണ് ഒബ്സർവേഷൻ എന്നുള്ള ഒരു മെത്തേഡിൽ വരുന്നത്. ഒബ്സർവേഷൻ വഴി ആ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഓഡിറ്റിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യല്, അതാണ് ഇവിടെ വരുന്നത്.
ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓഡിറ്റർ ഒബ്സർവ് ചെയ്യുക അറ്റ് ദ ടൈം ഓഫ് ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിംഗ് കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റാഫ്. ആ കമ്പനിയുടെ സ്റ്റാഫ് പീരിയോഡിക്കലി അവിടെ ഫിസിക്കൽ സ്റ്റോക്ക് കണ്ടക്ഷൻ നടക്കൂല, അല്ലെ ആ ഫിസിക്കൽ സ്റ്റോക്ക് റണ്ണിങ് നടക്കൂലേ, ആ ടൈമിൽ അതിന്റെ ഫിസിക്കലി അല്ലെങ്കിൽ ഒബ്സർവ് ഡയറക്റ്റ് കണ്ട് ഒബ്സർവ് ചെയ്യലാണ് ഒബ്സർവേഷനിൽ വരുന്നത്. അപ്പോൾ ആ ഒബ്സർവേഷൻ വഴി അവരുടെ ആ സ്റ്റോക്ക് ടേക്കിന്റെ ടൈമിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആക്യുറേറ്റ് ആണോ, അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഓഡിറ്റർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റും. അതാണ് ഒബ്സർവേഷനിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോക്യുമെന്ററി എവിഡൻസ്. ഡോക്യുമെന്ററി എവിഡൻസ് പറഞ്ഞത് ആസ് എ സെയിം ആസ് വൗച്ചിങ്ങിനോട് വളരെ സെയിം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഏതോ ട്രാൻസാക്ഷൻസും വെരിഫൈ ചെയ്യുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ബിൽസ്, റെസിപ്റ്റ് ആവുക, മിൻസ് ആവുക, അല്ലെ കൗണ്ടർ ഫോയിൽസ് ആവുക, എക്സെട്ര, അത് വെച്ചിട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഡോക്യുമെന്ററി എവിഡൻസിൽ വരുന്നത്. ഓക്കെ, ടു പ്രൂവ് ദ ജെനുവിനെസ് ഓഫ് ദ ട്രാൻസാക്ഷൻ വിത്ത് റിലേറ്റഡ് ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ് ആ ട്രാൻസാക്ഷന്റെ ജെനുവിനിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താ, ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ. നമ്മളുടെ കമ്പനിയുടെ ഒരുപാട് ഡിഫറെന്റ് പീരിയഡിലെ ഡിഫറെന്റ് ഇവന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ റിസൾട്ട് ഓഫ് വേരിയസ് ഇവന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതിപ്പോ സെയിൽസ്, പ്രോഫിറ്റ് പെർഫോമൻസ് ആവാം, അങ്ങനെ ഡിഫറെന്റ് നമ്മളുടെ പ്രോഫിറ്റ് അനാലിസിസ് ആവാം, അതൊക്കെ ഗ്രാഫിക്കലി റിപ്രസെന്റ് ചെയ്തിട്ട് അതിന്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യലാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ, ഈ ഒരു വേർഡ് മാത്രം മതി ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ എഴുതുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ഓഫ് ദ റിസൾട്ട് ഓഫ് വേരിയസ് ഇവന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ അറ്റ് ഓഫ് ഡിഫറെന്റ് പീരിയഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് ഫൂട്ടിംഗ്. ഫൂട്ടിംഗ് പറഞ്ഞാൽ എന്താ, ടു ടെസ്റ്റ് ആക്യുറസി ഓഫ് ദ ദ കോളം ഓഫ് ഡിഫറെന്റ് അക്കൗണ്ടിങ് ഫിഗേഴ്സ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ടോട്ടൽ ബാലൻസ് ഉണ്ടാവില്ലേ, അതായത് നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ്സിലെ ഡിഫറെന്റ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ സമ്മപ്പിന്റെ ടോട്ടൽ ബാലൻസിന്റെ ആക്യുറസി ആണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോയില്. നമ്മൾ 14 ടെക്നിക്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അവിടെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.